അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇത് കുളമാവും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും പോവുക. അങ്ങനെ തന്നെ നമ്മൾ പോയാൽ മതി. അതായത് ഇത് ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹാർഷായിട്ടുള്ള ഒരു ഫേസിലൂടെ കടന്നു പോകാൻ പോവാണ്, അത് മനസ്സിലുറപ്പിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് റിലാക്സ് കിട്ടുമല്ലോ. ഒരുവിധപ്പെട്ട സാധാരണ CA ഫാമിലൊന്നും ഇപ്പോൾ ആർട്ടിക്കിൾഷിപ്പ് കുട്ടികളെ കിട്ടാനില്ല. അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഗ്രൗണ്ട് ലെവലിലുള്ള കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിഗ് 4ലേക്കൊന്നും പോയിട്ട് അല്ല മനസ്സിലാക്കാൻ. ഇന്ന് എന്നെ എന്തായിരിക്കും അദ്ദേഹം വിളിക്കാൻ പോകുന്നത്, ഇന്ന് എന്തിൻ്റെ പേരിലായിരിക്കും എനിക്ക് തെറി കിട്ടാൻ പോകുന്നത്, അത് ഞാൻ മനസ്സിൽ ആദ്യമേ ഓഫീസിലോട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരിക്കും. ചില സമയത്തൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട്, മാറി നിന്നൊക്കെ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്. ബട്ട് വൺസ് ഇതൊക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഇതുപോലെ തിരിച്ചു കൊടുക്കുക. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അവൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ആ ജേർണിയിലെ ഒരു ക്രൂഷ്യൽ സ്റ്റേജ് തന്നെയാണ് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾഷിപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ CA അരവിന്ദ് സാറിനോട് ചോദിച്ചു മനസ്സിലാക്കാം. സാർ, നമുക്ക് ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ആർട്ടിക്കിൾഷിപ്പ് എന്ന് ചോദിച്ചാൽ സാർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് എന്ന് സിമ്പിൾ ട്രെയിനിങ്. നിങ്ങൾ ആസ് എ CA നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നു. അതാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കീഴിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മുന്നേ 3 വർഷമായിരുന്നു, ഇപ്പോൾ അത് 2 വർഷമായിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷേ എഫക്റ്റീവ്ലി 2 വർഷം അല്ല, ഇപ്പോഴും 3 വർഷമാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമാണ്, അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ CA ഫൈനൽ പാസ്സായിട്ട് 1 വർഷം കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരും. എഫക്റ്റീവ്ലി ഇപ്പോഴും 3 വർഷം തന്നെയാണ്, പക്ഷേ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ 2 വർഷം ഇപ്പോൾ ട്രെയിൻ ചെയ്താൽ മതിയാവും. ഓക്കെ സാർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ആർട്ടിക്കിൾഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഫേം സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും? എന്ത് തരം ഫേമിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്? അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇതിലേക്ക് വരുന്നത്, ആർട്ടിക്കിൾഷിപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റിൽ നമ്മൾ ഈ ഓഡിറ്റിങ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊരു വലിയ ധാരണ ഉണ്ടാവും. വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. പ്രത്യേകിച്ച് ഫാക്കൽറ്റീസ് പറഞ്ഞു കൊടുക്കുന്ന എക്സാമ്പിൾസ് ഇതൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് വലിയ വലിയ കാര്യങ്ങളായിരിക്കും അവരുടെ മൈൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും കുട്ടികൾ ഈ ബിഗ് 4s എന്ന് പറയുന്ന വലിയ വലിയ CA ഫേമുകളിൽ ആർട്ടിക്കിൾഷിപ്പിന് കയറാനാണ് ശരിക്കും ആഗ്രഹിക്കുന്നത്, ആഗ്രഹം. അപ്പോൾ അത് ആഗ്രഹങ്ങളിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രാക്ടിക്കലി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഒരുവിധപ്പെട്ട സാധാരണ CA ഫേമിലൊന്നും ഇപ്പോൾ ആർട്ടിക്കിൾഷിപ്പ് കുട്ടികളെ കിട്ടാനില്ല. അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കുട്ടികളത് നമ്മൾ പറഞ്ഞാൽ എത്രത്തോളം കുട്ടികളിലേക്ക് അത് മനസ്സിലാകും എന്നുള്ളതും അറിയില്ല. ശരിക്കും കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രൗണ്ട് ലെവലിലുള്ള കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിഗ് 4ലേക്കൊന്നും പോയിട്ട് അല്ല മനസ്സിലാക്കേണ്ടത്. ബിഗ് 4ൽ അതിൻ്റേതായിട്ടുള്ള എക്സ്പോഷർ ഉണ്ട്, വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്. പക്ഷേ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറയില്ല, പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് അക്കൗണ്ടിങ് നിങ്ങൾ സോഫ്റ്റ്വെയറിലേക്ക് അക്കൗണ്ടിങ് ചെയ്യുന്നത് മുതലുള്ളത് പഠിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതണമെന്ന് ഞാൻ പറയും, കാരണം ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചിരുന്നത്. ആദ്യം മുതൽ എഴുതിയാണ് പഠിച്ചിരുന്നത്, പിന്നീടാണ് അത് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മുതൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ബേസ് നമുക്ക് ക്ലിയർ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സാധാ മീഡിയം സൈസ് ഫേമിൽ കയറി എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ കൊണ്ട് നിങ്ങൾ അക്കൗണ്ടിങ് വർക്കൊന്നും ആയിരിക്കില്ല ചെയ്യിപ്പിക്കുന്നത്. അവിടെ നല്ല ക്വാളിറ്റിയുള്ള വർക്ക് ഉണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും കുട്ടികളോട് ഒരു സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ വർക്കും പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ഉറപ്പാണ് ഈ ബിഗ് 4സിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, വലിയ ഫേമിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും താഴെ തട്ടിലുള്ള കാര്യങ്ങൾ പലതും നമുക്കറിയാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ആ ലെവലിൽ നിൽക്കുന്ന ഒരു CA അത്രയും അറിഞ്ഞാൽ മതി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഓക്കെ. പക്ഷേ നമ്മുടെ ലൈഫ് നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ലല്ലോ. നാളെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ ഒരു വലിയ CA കാരനായിട്ടല്ല വരാൻ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് സാധാരണക്കാരുമായിട്ട് ഇടപെടണമെങ്കിൽ ഒരു പച്ചയായ ഒരു മനുഷ്യൻ നിങ്ങളുടെ ഓഫീസിൽ കയറി വരുമ്പോൾ അവനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ബിഗ് 4ലെ ടേംസ് അല്ല വേണ്ടത്. അപ്പോൾ അവനോട് സംസാരിക്കണമെങ്കിൽ താഴെ തട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട്, അത് പേഴ്സണൽ ചോയ്സാണ്, ഇതൊക്കെ ആലോചിച്ചിട്ടൊക്കെ തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണമെങ്കിൽ പിന്നീട് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബിഗ് 4ലേക്ക് പോകാം, ഉള്ള അവസരങ്ങളുണ്ട്, എല്ലാം പഠിക്കാൻ പറ്റും. ഓക്കെ സാർ. അതുപോലെ തന്നെ എബ്രോഡിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അതിനൊരു സാധ്യതയുണ്ടോ? എങ്ങനെയാണത്? ധാരാളമുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇന്ത്യൻ ഫേംസ് തന്നെ പുറത്ത് ബ്രാഞ്ചിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, പുറത്ത് ബ്രാഞ്ച് അവരൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ പറ്റും. എന്ന് മാത്രമല്ല, ഇവിടെ രജിസ്റ്റർ ചെയ്ത് പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഈ ആർട്ടിക്കിൾഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ പുറത്ത് പോയി ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നവരുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി
നമ്മുടെ വർക്ക് എൻവയോൺമെൻറ്റ്, വർക്ക് പ്രഷർ ഇതൊക്കെ മനസ്സിലാക്കി വേണം പല സ്ഥാപനങ്ങളിലും ജോലിക്ക് കയറാനായിട്ട്. മുന്നേ അവിടെ വർക്ക് ചെയ്തിരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടെങ്കിൽ അവരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുക. എങ്ങനെയുണ്ട്, വർക്ക് പ്രഷർ ഉണ്ടോ, നമുക്ക് താങ്ങാൻ പറ്റുന്നതാണോ, നമ്മുടെ സ്വഭാവത്തിന് ചേരുന്നതാണോ. ഇതൊക്കെ ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ പോയി ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിക്കണമെന്നേ ഉള്ളൂ. പുറത്തും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ആർട്ടിക്കിൾഷിപ്പിന് പോകുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്താണ്? അതായത് ഇപ്പോൾ എല്ലാ പണിയായിരിക്കും എന്ന് കേൾക്കാം, തിരിച്ച് പല തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് കേൾക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഇപ്പം എൻ്റെ ഒരു സ്വഭാവം, നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇത് കുളമാവും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും പോവുക. അങ്ങനെ തന്നെ നമ്മൾ പോയാൽ മതി. അതായത് ഇത് ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹാർഷായിട്ടുള്ള ഒരു ഫേസിലൂടെ കടന്നു പോകാൻ പോവാണ്, അത് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് റിലാക്സ് കിട്ടുമല്ലോ, റിലാക്സ് ആവും നമ്മൾ. അത്രയും വന്നിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ഓരോ ദിവസവും ഞാൻ എൻ്റെ 3 വർഷം ആർട്ടിക്കിൾഷിപ്പിൽ ഓരോ ദിവസവും ഇന്ന് എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും, ഇന്ന് ഞാൻ തിരിച്ച് വീട്ടിലെത്തില്ല, ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കും ഞാൻ പോയിക്കൊണ്ടിരുന്നത്. കാരണം എൻ്റെ സാർ അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇന്ന് എന്നെ എന്തായിരിക്കും അദ്ദേഹം വിളിക്കാൻ പോകുന്നത്, ഇന്ന് എന്തിൻ്റെ പേരിലായിരിക്കും എനിക്ക് തെറി കിട്ടാൻ പോകുന്നത്, അത് ഞാൻ മനസ്സിൽ ആദ്യമേ ഓഫീസിലോട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരിക്കും. അപ്പോൾ വൈകുന്നേരം 5-6 മണിയൊക്കെ ആകുമ്പോൾ ഒന്നും സംഭവിച്ചില്ല, ഓക്കെ, ഹാപ്പി. അപ്പോൾ ആർട്ടിക്കിൾഷിപ്പ് അങ്ങനെയാണ്, വെറുതെ പറഞ്ഞാണ്. ആർട്ടിക്കിൾഷിപ്പിൽ നമ്മൾ ആ ഒരു ഹാർഷ് റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്യണം. നമ്മൾ ചെയ്ത വർക്കിന് ചിലപ്പോൾ നമുക്ക് അപ്രീസിയേഷൻ കിട്ടണമെന്നില്ല. നമ്മൾ വളരെ കഷ്ടപ്പെട്ടിരുന്ന് നമ്മുടെ ബുദ്ധിപൂർണ്ണമായി ഉപയോഗിച്ച് നമ്മുടെ ടെക്നോളജി നമ്മൾ പഠിച്ചു, നമ്മൾ ചാറ്റ് ജി പി ടി നോക്കി, പെർപ്ലക്സിറ്റി നോക്കി, എല്ലാം നോക്കിയൊക്കെ പല കാര്യങ്ങളും പഠിച്ച് അവിടെ പ്രാവർത്തികമാക്കി അവിടെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും അങ്ങേരെടുത്ത് എന്ത് ചെയ്യും, എടുത്തെറിഞ്ഞെന്നിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു കാലഘട്ടം പൊതുവെ അല്ല. ഓക്കെ, ബട്ട് വൺസ് ഇതൊക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഇതുപോലെ തിരിച്ചു കൊടുക്കാം. ഓക്കെ, നാളെ അല്ലേ ഇതേപോലെ ഒരു ഫേമിൽ നിന്ന് താഴെ ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ ചോദിക്കുന്നത് സാറിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനില്ലേ, ഇങ്ങനെ ഒരു ടഫ് സിറ്റുവേഷനിലൂടെ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? പിന്നെ ഉറപ്പല്ലേ, നമ്മൾ ഒരിക്കലും നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞ ഒരാളെ നന്നാക്കാൻ പറ്റില്ല. അത് ഞാൻ ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കെയർലെസ്നെസ്സിൻ്റെ അങ്ങേ അറ്റമായിരുന്നു. ഞാൻ എൻ്റെ സാറിനോട് എല്ലാ കാലത്തും നന്ദി ഉള്ള ആളായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുള്ളി എന്നെ അത്രമാത്രം തെറി വിളിച്ചിട്ടുണ്ട്. അത്രമാത്രം തെറി പറഞ്ഞാൽ പിന്നീട് നമ്മൾ റിയലൈസ് ചെയ്യും. ചില സമയത്തൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട്, മാറി നിന്നൊക്കെ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇയാൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, പക്ഷേ അതിൽ കാര്യമുണ്ടായിരുന്നു, പലതും കാര്യമുണ്ടായിരുന്നു. കാരണം നമ്മളൊരു തെറ്റ് പറ്റിയാലും ഉത്തരം പറയേണ്ടത് പുള്ളിയല്ലേ, പുള്ളിയാണല്ലോ ഉത്തരം പറയേണ്ടത്. ലാസ്റ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർ മുമ്പിൽ പോയി ഇരിക്കേണ്ടത് പുള്ളിയാണ്, സർക്കാരിന് കണക്ക് കൊടുക്കേണ്ടത് പുള്ളിയാണ്, പുള്ളിയുടെ ഒപ്പാണല്ലോ മറ്റേ ലക്ഷങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പുള്ളിയാണല്ലോ ഉത്തരം പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് ആ ഒരു വഴക്ക് പറയുമ്പോൾ. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്, എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെ ഞാനൊന്നും പറയാറില്ല. അതൊരു പ്രശ്നമാണ്, അത് എനിക്ക് തന്നെ അറിയാം. ഇപ്പോഴുള്ള സി എക്കാരൊന്നും അങ്ങനെ അധികം എൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ തെറി വിളിക്കുന്ന വളരെ കുറഞ്ഞു വരികയാണ്. പഴയ ആൾക്കാരാണ് കൂടുതലും അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. അതിൻ്റെ ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുതിയ കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്, കാലം തെളിയിക്കട്ടെ. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ആർട്ടിക്കിൾഷിപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് സാർ.